ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലെൻസിങ് മിൽക്കിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസിനെയും അതുപോലെ തന്നെ അഴുക്കിനെല്ലാം റിമൂവ് ആക്കിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് അങ്ങ് ബ്രൈറ്റൻ ചെയ്ത് വയ്ക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് വെക്കുകയും ചെയ്യും കേട്ടോ. കൂട്ടത്തിൽ നമുക്കൊരു ബോഡിക്ക് അങ്ങ് നിറം വർദ്ധിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരാളെ കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആളിലേക്ക് കടകണക്ക് മുന്നായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് പേഴ്സണലായിട്ടും അതല്ലാതെയും കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കളറില്ല, ഞാൻ കളർ കുറഞ്ഞിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞനീതിമാരും ഉണ്ട്. ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സുള്ള കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവരൊക്കെ വന്നിട്ട് അവരുടെ വിഷമം പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാതെ ഇരിക്കാൻ വയ്യ. നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പോൾ ഓക്കെ, ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ എൻ്റെ കൈ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഭയങ്കര വെളുത്തിട്ടാണ്. നല്ല വെള്ളപ്പാറ്റാന്നൊക്കെ ചിലർ വന്ന് അടിയിൽ വന്ന് കമൻറ്റ് ഇടുന്നുണ്ടോ. അപ്പോൾ ഭയങ്കര വെളുത്തിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈ നല്ല ഭംഗിയുണ്ട് എന്നോട്ടോ. എത്രയോ പേര് പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കണതല്ല. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൈ നല്ല ഭംഗിയുണ്ട് ഇട്ടു. കൈ ഭംഗിയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു വീഡിയോനകത്ത് കാണുന്ന അത്രയും തന്നെ വെളുപ്പ് എൻ്റെ കൈക്കില്ല. അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മഴയുടെ ആ ഒരു മൂടാപ്പ് ഉള്ളത് കൊണ്ട് കൈ അത്ര അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് കാണുന്നില്ല, വെളുപ്പായിട്ട് കാണുന്നില്ല. എങ്കിൽ കൂടി ഞാനത് കാണിച്ചു തരാം, ആ ഡെമോ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യും. ഞാൻ അടുക്കള വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുക്കളത്തെ ആ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് എൻ്റെ കൈ കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യൻ്റെ വെളിച്ചവും ഈ ഒരു ലൈറ്റും കൂടി ആകുമ്പോൾ നല്ല നിറമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു കളർ കുറഞ്ഞ ആ ഒരു ഇതായതുകൊണ്ട് അത്ര അങ്ങോട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സൂര്യൻ്റെ വെളിച്ചവും വന്നിട്ടുണ്ട്. ആദ്യം എടുക്കുന്ന സമയത്ത് സൂര്യൻ്റെ വെളിച്ചം കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ കൈയിൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇത് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടാണ് എടുക്കുന്ന മക്കളെ. ഫിൽറ്റർ നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ മാത്രമല്ല, മിക്ക യൂട്യൂബ് വീഡിയോസുകാരും ഫിൽറ്റർ ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമൽ ക്യാമറ മോഡിലാണ്. അതും ഞാൻ ടെറസിൻ്റെ മുകളിൽ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ സൺലൈറ്റ് കുറഞ്ഞ ഭാഗത്തോട്ട് വന്നിട്ട് ഞാൻ താഴെ വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ ആ ഒരു ഡിഫറൻറ്റ് കണ്ടില്ലേ. നോർമൽ ക്യാമറയാണ്, ഞാൻ ഇതിനകത്ത് ഒരു ഫിൽറ്ററോ ഒന്നും തന്നെ കുത്തിക്കയറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അറിയാൻ പറ്റും. നല്ല വെളുത്തിട്ടാണ് എൻ്റെ കൈ കണ്ടില്ല. അത്രയും തന്നെ വെളുപ്പൊന്നും എൻ്റെ കൈയില്ല. ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. കൈ ഭംഗിയുണ്ട്, നേരിട്ട് കണ്ടിട്ട് നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഭംഗിയുണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു ക്യാമറയിലോട്ട് കാണുന്ന ആ ഒരു വെളുപ്പും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചുളിവൊന്നും ഇല്ല എന്നുള്ളതൊന്നുമില്ല. നിങ്ങളൊക്കെ പോലെ തന്നെ എൻ്റെ എന്താ പറയുക, കൈയിൻ്റെ ആ വിരലിൽ ആ മടക്കില്ലേ, അത് ആ ഒരു ചുളിവ് എനിക്കും ഉണ്ട് കേട്ടോ. എൻ്റെ ചില വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു ചുളിവൊന്നും അതിനകത്ത് കാണിക്കുന്നതും കൂടി ഇല്ല. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ചുളിവ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നമ്മളിന്നിങ്ങനെ മടക്കി പിടിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ നിവർത്തുമ്പോഴാണ് അതിങ്ങനെ ഒരു കൂട്ടം അവിടുത്തെ ആ ഒരു പേശി ഇങ്ങനെ കൂടുമ്പോഴാണ്, അതായത് ജസ്റ്റ് അവിടെ ഒരു ഭാഗത്ത് കുറച്ചധികം പേശി ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കൈ നിവർത്തുമ്പോൾ അതിങ്ങനെ വന്ന് ആ ഒരു ചുളിവായിട്ട് നിൽക്കും. നമ്മൾ കൈ മടക്കുമ്പോൾ ആ ചുളിവ് ഉണ്ടാവില്ല. അതെല്ലാവർക്കുള്ള കാര്യമാണ്, ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ ഫിൽറ്ററാണ്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു ക്യാമറ ട്രിക്കാണത്. ഒത്തിരി ഇപ്പോൾ പണ്ടത്തെ കാളും നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ, ഞാൻ ജസ്റ്റ് ഇവിടെ എൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിക്കാം. എനിക്ക് എന്നിട്ട് ഇത് വെച്ചിട്ട് വീഡിയോ വേണമെങ്കിൽ ചെയ്യും. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞു. പണ്ട് ഞാൻ നിറമുണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി നിറം കൂടിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്നാലും അന്നത്തെ കാലത്തെ ഫോട്ടോ നമ്മൾ എടുക്കുന്ന ക്യാമറയിൽ, നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഇത്രമാത്രം ആ ഒരു ഫെസിലിറ്റീസ് ഒന്നും അന്ന് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മുടെ ഒറിജിനൽ കോളത്തിനേക്കാളും മോശമായിരിക്കും നമ്മുടെ നോർമൽ ക്യാമറ എടുക്കുന്ന സമയത്ത്. അന്നൊന്നും ഇങ്ങനെ കാര്യങ്ങളൊന്നും, വലിയ മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാ ഒരു ക്യാമറയിലായിരിക്കും നമ്മുടെ ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ള കോലത്തേക്കാളും ഭയങ്കര മോശമായിട്ടായിരിക്കും ആ ഒരു ക്യാമറ കാണിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് അതിന് ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാം. അന്നത്തെ ഫോട്ടോയും ഒരു 20+ ഉണ്ടാകുമ്പോൾ എടുത്ത ഫോട്ടോയും ഇപ്പോൾ എനിക്ക് 30+ ആണ്. അപ്പോൾ ഇപ്പോൾ എടുത്ത ഫോട്ടോയും കൂടി ഞാൻ ഇവിടെ കമ്പയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് മനസ്സിലാവും നമ്മുടെ ക്യാമറ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട, എൻ്റെ കുഞ്ഞനീത്തിമാർ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഫേസിൽ കുണ്ടും കുഴിയും ഓക്കുരൊക്കെ ഉണ്ടാവും. അതില്ലാത്തവർ അപൂർവം കുറച്ച് പേരുണ്ടാവും. നമ്മൾ അതിലൊന്നും കാര്യമില്ല, നമുക്കത് വരും പോകും. നമ്മളതിങ്ങനെ എന്തെങ്കിലുമൊക്കെ റെമഡി ചെയ്യുമ്പോൾ അത് പൊയ്ക്കോളും. നമ്മുടെ സ്കിന്ന് ആരോഗ്യത്തോട് വെച്ചിരിക്കുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ആരോഗ്യത്തോടും നല്ല ഭംഗിയിലും വെച്ചിരിക്കാനായിട്ട് നോക്കുക. അതല്ലാണ്ട് കളറില്ല, ഞാൻ വെളുത്തിട്ടല്ല, ഞാൻ കറുത്തു പോയി എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല.
ഓക്കെ. അപ്പോൾ ഇനിയെങ്കിലും എന്താ പറയുക, നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏത് ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചൈന കൊറിയൻസ് അവരുടെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ടായിരിക്കും അതിനകത്ത് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതൊക്കെ വെറും ഫേക്കാണ്. അത് വിശ്വസിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നുമായിട്ട് കമ്പയർ ചെയ്യരുത്. എല്ലാം തന്നെ ഫിൽറ്ററാണ്, ക്യാമറ ട്രിക്കാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് പിന്നിൽ ലേസർ ചികിത്സ എന്ന് പറഞ്ഞ ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, നല്ല ചിലവേറിയ പരിപാടിയാണത്. അപ്പോൾ അത് ചെയ്തിട്ടും സൗന്ദര്യം വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മുടെ ഫിലിം സ്റ്റാർ അതുപോലെ നോർമലായിട്ടുള്ള പീപ്പിൾസും ഇതിലിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രമാത്രം ഡേഞ്ചറാണ് എന്നുള്ളത് ഇപ്പം അറിയത്തില്ല. കുറച്ച് ഏജ്ഡ് ആകുമ്പോൾ വയസ്സാകുമ്പോൾ മാത്രമേ ഇത് അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ദൈവം തന്ന ആ ഒരു സൗന്ദര്യം നമ്മൾ നല്ലപോലെ അങ്ങ് പരിപാലിച്ചുകൊണ്ട് കാത്ത് സൂക്ഷിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതല്ലാതെ ഇങ്ങനെ എന്നെ കറുത്തുപോയി അല്ലെങ്കിൽ കക്കക്കറുമ്പി എന്നൊക്കെ വിളിച്ചവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിട്ട് കളയണം അവരൊന്നും മൈൻഡ് ചെയ്യരുത്. അവരെ മോനി ദിനേശ എന്ന് പറഞ്ഞ് പടിക്ക് പുറത്ത് വയ്ക്കുക കേട്ടോ. അവരാരും പറയുന്നതൊന്നും നമ്മളത് മനസ്സിലിങ്ങനെ വിഷമം കൊണ്ട് വെച്ച് നടന്നിട്ട് നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം തന്നെ പോകും നമ്മളത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ അതൊക്കെ അങ്ങ് വിട്ട് കളയണം. ഓക്കെ. നിങ്ങളുടെ സ്കിന്നിനെയും ശരീരത്തിനെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതല്ലാതെ റോഡിലൂടെ പോണ ആൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ വന്നിട്ട് നിങ്ങളൊക്കെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾ സ്നേഹിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ ശരീരത്തിൽ നല്ല ഭംഗിയിൽ വെച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ആ ഒരു നെഗറ്റീവ് ചിന്താഗതിനെയൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഓട്സിൻ്റെ പൗഡറാണ് കേട്ടോ. അതാണ് ഞാൻ ഇത്ര നേരം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്സിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നല്ല കട്ട തൈരാണ്. ഈ ഒരു തൈരും ഓട്സാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ഇതുപോലെ അങ്ങ് യൂസ് ആക്കാൻ പറ്റില്ല. നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് മോരും വെള്ളം ആക്കിയിട്ടാണ് യൂസ് ആക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ കട്ട തൈര് എടുത്തിട്ട് അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു തൈര് 1/2 ഗ്ലാസ് തൈര് എന്നുള്ളത് ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം, 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ട് അങ്ങ് മിക്സാക്കി വെക്കുക. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഓട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഓട്സിൻ്റെ പൗഡർ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ കുഞ്ഞ് സ്പൂണിലായതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 100 ഗ്രാം മോരും വെള്ളത്തിനകത്തേക്ക് നമ്മൾ 10 ഗ്രാം ഓട്സിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഓട്സ് നമ്മൾ മിക്സി ബൗളിനകത്തിട്ട് പൊടിച്ചെടുത്ത പൗഡറാണ് കേട്ടോ. ഓട്സ് നന്നായിട്ട് പൊടിയണമെന്നൊന്നുമില്ല. ചെറിയ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്ക്രബ് പോലെ നല്ല മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ് പോലെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാനിത് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊണ്ടുവരികയാണ്. മിക്സാക്കിയതിന് ശേഷം ഞാനിതങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടങ്ങ് നന്നായിട്ട് ഇതങ്ങ് തിളപ്പിച്ചെടുക്കുക. ആരും തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ നല്ല കട്ടിക്ക് അങ്ങ് കൊഴുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് വേറൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം. അതല്ല നമ്മൾ ആ ഒരു ബൗളിനകത്ത് തന്നെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതങ്ങ് തണുക്കാനായിട്ട് ഞാൻ സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ആ ഒരു ചെറു ചൂടോട് തന്നെയാണ് ബാക്കിയുള്ള കാര്യം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ അങ്ങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് ഏത് സ്കിൻ ടൈപ്പ് ആർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ സ്കിൻ ടൈപ്പ് ആർക്കാണ് കേട്ടോ. അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. അത് നിങ്ങൾ ചേർക്കണം. ബാക്കിയുള്ളതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൂട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓയിൽ സ്കിൻ ടൈപ്പുകാരുടെ കാര്യം ഞാൻ പറയുന്നത്. അതല്ല നോർമലാണ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഗ്ലിസറിനും കൂട്ടത്തിൽ നമ്മുടെ ആമണ്ട് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഏതെങ്കിലും ഒന്ന് കേട്ടോ. ആമണ്ട് ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഗ്ലിസറിൻ മസ്റ്റ് ആണ്. അത് ഓയിൽ സ്കിൻ ടൈപ്പ് ആരായാലും അതല്ലാത്ത നോർമൽ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആരായാലും ഗ്ലിസറിൻ മസ്റ്റ് ആയിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഓക്കെ. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഞാനിവിടെ 2 എണ്ണമാണ് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ചൂടോടുകൂടി ആരും തന്നെ അപ്ലൈ ചെയ്യരുത്. തണുത്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുക. എന്നതിന് ശേഷം കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഡെയിലി ചെയ്ത് കൊടുക്കാം. യാതൊരു പ്രശ്നവുമില്ല. ഇതിനകത്ത് ആ ഒരു ഓട്സ് ഇങ്ങനെ തലയെ കിടക്കുന്നു പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമല്ല. നമ്മുടെ സ്കിന്നിന് അത് ഒട്ടും തന്നെ ഹാർഷായിട്ട് അത് നമുക്ക് നമ്മുടെ സ്കിന്നിലാവില്ല കേട്ടോ. മൈൽഡായിട്ടുള്ള ചെറിയ രീതിക്ക് മൈൽഡായിട്ടുള്ള സ്ക്രബ് പോലെയാണ് അത് പ്രവർത്തിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും. സ്ക്രബ് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ ഉപയോഗിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിൽ നമുക്ക് 2 ആഴ്ച വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് മാറ്റം ഉണ്ടാക്കി നിങ്ങളിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നാളെ
ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫിൽറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോൾ ഏത് കൊറിയൻസ് ആയാലും ചൈന ആ ഒരു ടീംസൊക്കെ ആ വീഡിയോ എടുക്കുന്ന ആയാലും നമുക്ക് ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ അവളുടെ സൈഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ണിൻ്റെ ഭാഗത്തോ ഒക്കെ ആയിട്ട് ഒന്നിങ്ങനെ ബ്ലർ ആവുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു ചെറിയ രീതിക്ക് ഒന്ന് ഇളക്കം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മീൻസ് അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഫിൽറ്ററാണത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും അതുപോലത്തെ വീഡിയോ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫിൽറ്റർ ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മാത്രം പോരാ, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.